എന്തായാലും ഇന്നലെ ലാലേട്ടൻ്റെ പിറന്നാൾ പ്രമാണിച്ച് പുതിയ സിനിമകളുടെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. എന്തായാലും അതൊന്നും വന്നിട്ടില്ല. എന്തായാലും ബബബ സിനിമയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ബബബ സിനിമയുടെ ഇനിയുള്ള ചിത്രീകരണം തൊടുപുഴയിലാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ ഇത് സിനിമയുടെ ഫൈനൽ ഷെഡ്യൂളും കൂടി ആയിരിക്കും. സിനിമയിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ എത്തുന്ന ലാലേട്ടന് 10-15 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇന്നലെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തുടരും സിനിമ OTT റിലീസ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ സിനിമ തിയേറ്ററുകളിൽ വിജയകരമായിട്ട് പ്രദർശനം തുടരുന്നതുകൊണ്ട് സിനിമയുടെ പ്രൊഡ്യൂസർ തുടരും സിനിമയുടെ OTT റിലീസ് നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ അത് സമ്മതിച്ചിരിക്കുകയാണ്. ഇനി തുടരും സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നത് ജൂൺ മാസത്തിലായിരിക്കും. ജൂൺ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ ആയിരിക്കും സിനിമയുടെ OTT റിലീസ്. എന്തായാലും തുടരും സിനിമയ്ക്ക് കേരളത്തിൽ നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഇന്നലെയും നേടാൻ സാധിച്ചിരിക്കുന്നത്. 1 കോടി രൂപയാണ് കേരളത്തിലെ സിനിമയ്ക്ക് എസ്റ്റിമേറ്റഡ് ഗ്രോസ് കളക്ഷനായിട്ട് ലഭിച്ചിരിക്കുന്നത്. 113,45 ലക്ഷം രൂപയാണ് തുടരും സിനിമയുടെ 27 ദിവസത്തെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 225,75 ലക്ഷമാണ്. 94,70 ലക്ഷമാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഷെയർ കളക്ഷൻ. എന്തായാലും എമ്പുരാൻ, തുടരും എന്നീ 2 സിനിമകൾ കൊണ്ട് തന്നെ ലാലേട്ടൻ കേരളത്തിൽ 200 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുകയാണ്. എന്തായാലും ഇതുപോലെ തന്നെ വമ്പൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഇനി വരാനിരിക്കുന്ന ലാലേട്ടൻ സിനിമകളും നേടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.